പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇതൊന്നും കാണിച്ചു തരത്തില്ലേ? ഇത്രയൊക്കെ ആയില്ലേ? നമുക്കൊന്ന് കയറാം. ആഹാരമൊന്നും വെച്ച് തരില്ല, കിടക്കണം അമ്മക്ക് എപ്പോഴും. ഞാനിവിടെ വരുമ്പോൾ ചെറിയൊരു വീടായിരുന്നു അന്നല്ലേ? ഷെഡായിരുന്നു അല്ലേ? ചെറിയൊരു വീടായിരുന്നു, അതിപ്പം മാറ്റി ഇത്ര ആക്കി കിട്ടി. ഇത് കഴിച്ചോ, ടെൻഷനൊന്നും പാടില്ല കേട്ടോ. ഉറപ്പാണല്ലോ? മക്കൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ? ഇന്നുണ്ടാക്കി എന്താ കൊടുത്തേ അവർക്ക്? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പുറക്കാടാണ്. ഈ വീഡിയോയിൽ കാണുന്ന ഇവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവും. ഞാൻ ഏകദേശം ഒരു 6-7 മാസം മുമ്പ് ഈ ഒരു മക്കളുടെ അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പം അന്ന് ഞാനിപ്പം നിൽക്കുമ്പം ഇവരുടെ ഒപ്പം ഒരു കുഞ്ഞു മോനും കൂടി ഉണ്ടായിരുന്നു. ആ മോനിന്നില്ല. ഇവർ രണ്ടുപേരും അമ്മയും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അന്ന് ആ വീഡിയോയിലൂടെ ഒരുപാട് സങ്കടത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചതെന്ന് പറയുമ്പം ഈ മക്കളുടെ ഒരു വീടിന് വേണ്ടിയായിരുന്നു. ആഹാരമൊന്നും വെച്ച് തരില്ല, കിടക്കണം അമ്മക്ക് എപ്പോഴും, അതിനെ നോക്കാൻ വയ്യ, അങ്ങനെയൊക്കെ. ഇങ്ങനെ ഈ ഇപ്പം ഇരിക്കുന്ന പോലെയൊക്കെ അങ്ങ് ഇരിക്കും. ഈ കുളിക്കത്തൊന്നുമില്ലായിരുന്നു? ഇല്ല, കുളിക്കത്തൊന്നുമില്ല. അപ്പം അങ്ങനൊരു സാഹചര്യമായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുടെയൊക്കെ സഹായത്താൽ ഈ മക്കളുടെ വീടിപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ മക്കളുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഇനിയും മുന്നോട്ട് പണി നീക്കണമെങ്കിൽ അതിനുള്ളൊരു സഹായം വേണം. അപ്പം ഇവരുടെ ഒരു സാഹചര്യം എന്താണെന്ന് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവരുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു, ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ്, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ്. ഈ മക്കൾക്ക് ഒരു അടിസ്ഥാനത്തിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്.